ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തുണ്ട്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പൈപ്പ് ക്ലീനറിന്റെ വീഡിയോ ആയിട്ട് തന്നെ കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ പൈപ്പ് ക്ലീനർ. അപ്പൊ പറയാൻ കാരണം എന്ന് വെച്ചാല് എന്നെ പേഴ്സണലി അറിയുന്ന കുറെ പേര് എന്നോട് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ എല്ലാം കണ്ട്, പക്ഷെങ്കിൽ അതെന്താ സംഭവം മനസ്സിലായിട്ടില്ല. അപ്പോ ഇത് ഇതുപോലെ ഫ്ലവർ അങ്ങനെ നമുക്ക് എന്താന്ന് പറ്റുന്നതെന്ന് വെച്ചാല് ആക്കാൻ പറ്റും. അങ്ങനത്തെ ക്രാഫ്റ്റ് വർക്കിന്റെ ഒരു സംഭവമാട്ടെ ഇത്. അപ്പോ ഇത് ഇതൊന്ന് വെറുതെ ഒന്ന് സാമ്പിൾ ആക്കി വെച്ചതാണ് കേട്ടോ. അപ്പോ ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത് ഒരു ഫ്ലവർ ആക്കുന്ന വീഡിയോ ആണ്. അപ്പൊ ഇതിനായിട്ട് ഞാനിത് ഈ 3 കളേഴ്സാണ് എടുത്തത്. ലീഫ്, ഫ്ലവർ, അതുപോലെ നമുക്ക് ഈ പോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു കളറ്, അങ്ങനെ 3 കളർ. അതുപോലെ ഓരോ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. കുറച്ച് ബുദ്ധിയും ക്ഷമയും വേണമെന്നേ ഉള്ളൂ. ഇതിന് അത്ര വലിയ ക്ഷമ വേണമെന്നൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അത്രക്ക് ഈസി സിമ്പിളായിട്ട് നമുക്കിപ്പോ ഗമ്മിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇതിലൂടെ തന്നെ നമുക്ക് ഈ ഒരു പീസിനെ കൊണ്ട് തന്നെ നമുക്ക് പല രീതിയിലുള്ള പല വെറൈറ്റി ഫ്ലവേഴ്സ് എല്ലാം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നെയ്സൂനൊന്നും പറയാനില്ലേ? നെയ്സൂന് ഇറങ്ങേണ്ട സമയം ഇതിപ്പോ 12 മണിയായി, രാത്രി 12 മണി വന്നിട്ടാ. ഇവള് 2 മണി വരെ എന്നെ പറ്റിക്കും. എന്നിട്ട് അവളെ ടൈം 2 മണിയാന്ന് ഉറക്കം. ദുബൈയിൽ നിന്ന് ഉറങ്ങുമ്പോൾ തന്നെയാണ്. നാളെ പോണല്ലേ? എന്നാ പിന്നെ നേരത്തെ ഉറങ്ങണോ? അപ്പൊ നാളെ മംഗലാപുരം പോകുന്നുണ്ട് കേട്ടോ. ട്രെയിനിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നാളത്തെ ക്ലാസ് ഏതായാലും ഇവിടെ കട്ടാവും. ക്ലാസ് എന്ന് വെച്ചാല് ഓൺലൈൻ ക്ലാസ് ആണ് കേട്ടോ. അപ്പൊ എന്താ പറയാനല്ലേ, നീ പോയിട്ട് ഇറങ്ങിക്കോട്ടാ. ഇനി ഞാൻ ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വീഡിയോ ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷം ഉമ്മാമ്മയും പോയിട്ട് ഉറങ്ങുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഈ വീഡിയോയിൽ നമ്പർ കൊടുക്കാം. ആ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ഞാനിത് കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് കേട്ടോ. അതിന്റെ വിലയും കാര്യങ്ങളെല്ലാം ഞാൻ വാട്സപ്പിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഞാൻ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയതിന് അങ്ങനെ ഇത് പോയിട്ട് ഉറങ്ങലായി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കലെന്ന് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ അതിനായി ഞാനിത് ഒരു പൈപ്പ് ക്ലീനർ എടുത്തിട്ടുണ്ട്. ഒന്ന് പോരാ, കുറെ വേണം. പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിത് ഒന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഈ അളവില് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ലീഫ് ഉണ്ടാക്കണം, ഇതിന്റെ പെറ്റൽസ് ഉണ്ടാക്കണം ഇതുപോലെ. അതിനായിട്ട് ഞാനിത് 3 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ 3 പീസ് ഒന്ന് സെൻട്രലായിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കാം. അതുപോലെ തിരിച്ച് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പിടിക്കാം. 3 പീസും കൂടിയിട്ട് ആക്കിയിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേറൊരു പീസും കൂടി ഇതിൻ്റെ ഒരു പീസ് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് കൊടുക്കട്ടെ. തിരിച്ച് നമുക്കിത് ഇതുപോലെ നല്ലോണം ഒന്ന് തിരിച്ചു കൊടുക്കാം. അല്ലേ, തിരിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ വിരൽ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒരു കുഴിയാക്കി കൊടുക്കാം. എന്നിട്ട് ഈ വിരലിൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് ഇതായി കൊടുക്കാം. അതുപോലെ ഇതുപോലത്തെ ഈ ഷേപ്പിൽ നമുക്ക് 4 പീസ് വേണം കേട്ടോ. അങ്ങനെ ഞാനിത് 4 പീസ് ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിത് 4 പീസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ഗ്രീൻ കളർ എടുക്കാം. അതിന് മുമ്പ് നമുക്കിത് എല്ലാം കൂടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇങ്ങനെ വിരലോട് ഇങ്ങനെ അമർത്തണമെന്ന്. അതുപോലെ അമർത്തി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഒടിഞ്ഞു വിട്ടു. എന്നിട്ട് 4 കൂടി ഇതുപോലെ കൂട്ടി പിടിച്ചു കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ കൂട്ടിയിട്ട് നല്ല ഷേപ്പിൽ പിടിക്കണം കേട്ടോ. ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് ഈ ഗ്രീൻ പേപ്പറിങ് എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കാം കേട്ടോ. തിരിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് പോയാൽ നമുക്ക് ഷേപ്പ് ചെയ്യാം. അതിൻ്റെ അടുപ്പിച്ചായിട്ട് ഇങ്ങനെ ടൈറ്റിൽ ഇങ്ങനെ വലിച്ചിട്ട്
നമുക്ക് ഇങ്ങനെ ചുരുട്ടിച്ചെടുക്കാം. ഇനി ഇതാണ്ടോ ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വളച്ച് കൊടുക്കാം. അത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലീഫാണ് വേണ്ടത് കേട്ടോ. ആ ലീഫിനായിട്ട് ഞാനിത് ഇതുപോലത്തെ ഈ ഡിസൈനിലാണ് ആക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ പൈപ്പ് ക്ലീനറാണ്. 2 പൈപ്പ് ക്ലീനർ എടുത്തിട്ടുണ്ട്. അത് ഈ സെൻറ്റർ ഭാഗം ഒന്ന് നോക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കാം. എന്നിട്ട് 4 കൂടി നമുക്ക് ഇതുപോലെ വലിച്ചിട്ട് 1 ഇഞ്ച് ബാക്കി വെച്ച് ഇതുപോലെ ചുറ്റി കൊടുക്കാം. ചുറ്റി കൊടുക്കുമ്പോൾ നമുക്ക് ഇതേ ഷേപ്പ് ഇത് നമുക്കിത് ഇതുപോലെ അതിനായി ബാക്കി ഷേപ്പ് കിട്ടുന്നത് ഇങ്ങനെ ഒന്ന് അമർത്താം, രണ്ടാമത് ഇങ്ങനെ അമർത്താം. വളരെ സിമ്പിളാണ്. ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാനിതാ നേരത്തെ ഫ്ലവർ ഞാൻ ഒരു 6 ഫ്ലവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനിതാ 6 ഫ്ലവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫ് ഞാൻ 6 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൊക്കെ നൈസ് വന്നിട്ട് വെള്ളം മാറ്റുന്നുണ്ടോ നനഞ്ഞാണ്. അപ്പോൾ ലീഫ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പോട്ടാണ് കേട്ടോ. ആ പോട്ടിനായിട്ട് ഞാനിതാ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞാനിതാ ഇതുപോലത്തെ സ്പോഞ്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതാ ഒരു കാപ്പി കളറ് പൈപ്പ് ക്ലീനർ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെന്ത് ചെയ്യാം, നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ ആക്കി വെച്ച് കൊടുക്കാം. ഇവിടെ വേണമെങ്കിൽ ഗമ്മൊട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ ഗമ്മൊന്നല്ല, ഞാനിതാ ഇതുപോലത്തെ ഡബിൾ ടാപ്പ് ഉണ്ടല്ലോ ഗമ്മില്ലേ, അതാണ് കേട്ടോ ഇതിൽ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് മൊത്തത്തിലായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പം ഞാനിതാ ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഒട്ടിച്ചിട്ട് ഫൈനൽ സ്റ്റേജ് ഞാൻ കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ ചുറ്റിലായിട്ട് റെഡ് പൈപ്പ് ക്ലീനറും വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ അടിയിലേക്ക് നമുക്കൊരു ഫോം ഷീറ്റാണ് എടുത്തത്. ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി പോട്ടിലേക്ക് നമുക്ക് അതിൻ്റെ ലീഫും ഫ്ലവറും ഫിറ്റ് ചെയ്തിട്ട് വരാം. ഫിറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ ഫ്ലവറിൻ്റെ ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പ് ഇതാണ് കേട്ടോ. എങ്ങനെയുണ്ട്, നല്ല അടിപൊളിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ റെഡ് ഒരു പൈപ്പ് ക്ലീനർ കൂടെ വരും കേട്ടോ. അപ്പോൾ ഇതും ഞാൻ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഇതുപോലെ പല പല വെറൈറ്റി ഫ്ലവറും പിന്നെ വേറെ എന്താ നമുക്ക് അറിയുന്ന ഡിസൈന് സംഭവം കീ ചെയിന് അതുപോലെ അങ്ങനെ എന്തെല്ലാം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് ഇതാണ് കേട്ടോ.